അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചാണ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ലിവ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻ്റ് എന്ന് പറയും. അതായത് ലിവ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ ഭൂതകാലത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും, സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. ആ സങ്കടങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. ഭാവിയെക്കുറിച്ച് നമുക്ക് ഒരുപാട് ആശങ്കകളും ഉണ്ടാവും. അപ്പോൾ ഭൂതകാലത്തെക്കുറിച്ചുള്ള സങ്കടങ്ങളും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും മാറ്റിവെച്ച് ഈ നിമിഷത്തിൽ, നമ്മൾ ജീവിക്കുന്ന നിമിഷത്തിൽ നമ്മൾ സന്തോഷം കണ്ടെത്തി ജീവിതം ആസ്വദിച്ച് പോകുക എന്നുള്ളതാണ് ലിവ് ഇൻ ദ മൊമെൻ്റ് എന്ന് പറയും. അതിനെയാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ഒരുപാട് ടെക്നിക്കുകളുണ്ട് മൈൻഡ്ഫുൾനെസ്സിന്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നതല്ല, ഭക്ഷണം കഴിക്കുന്നതിലും ഒരു മൈൻഡ്ഫുൾനെസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ നോക്കി ഇങ്ങനെ വെറുതെ വായിലിട്ട് കഴിക്കാം. അതല്ലെങ്കിൽ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ച് അതിൻ്റെ ടെക്സ്ചർ, അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ ഭംഗി അതൊക്കെ ആസ്വദിച്ച് നല്ല രീതിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. ശരിക്കും ഇതാണ് മൈൻഡ്ഫുൾനെസ് ഇൻ ഈറ്റിംഗ് എന്ന് പറയാം. ഇത് നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നതാണ്.